അഡ്വക്കേറ്റ് ടി.എസ്. ഉല്ലാസ് ബാബു, ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അത് ഗ്രാമനഗര വ്യത്യാസമില്ലാതെ എല്ലാവരിലേക്കും എത്തി. എല്ലായിടങ്ങളിലെയും പൾസറിഞ്ഞ് BJP അതിൻ്റേതായ ഒരു വലിയ ഇടം ഉണ്ടാക്കിയെടുത്ത ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അധികം വൈകാതെ മറ്റൊരു തെരഞ്ഞെടുപ്പ് മുന്നിലേക്കെത്തുന്നു. ചോദ്യം ഇതാണ്: CPM എവിടെ എത്തി നിൽക്കുന്നു? അല്ല, CPM കണ്ണൂരിൽ നിന്ന് തുടങ്ങി കണ്ണൂരിൽ തന്നെ അവസാനിക്കുന്ന ഒരു രാഷ്ട്രീയ സംഘടനയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു കാര്യം കൃത്യമായി മനസ്സിലാക്കേണ്ടത്, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള വിശകലനമാണല്ലോ. അപ്പോൾ വർഗീയപരമായിട്ടുള്ള CPMൻ്റെ കൂട്ടുകെട്ടുകൾ, അത് അതിനുശേഷം കോൺഗ്രസ് വർഗീയപരമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ, സ്വാഭാവികമായിട്ട് ന്യൂനപക്ഷ പോളറൈസേഷൻ നടന്നിട്ടുണ്ടോ ഇത്യാദി കാര്യങ്ങളൊക്കെയല്ലേ നമ്മൾ കൃത്യമായിട്ട് ചർച്ച ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് ആ തെരഞ്ഞെടുപ്പിലെ വിജയവും പരാജയവും ഒക്കെ പരസ്പരം ചർച്ച ചെയ്യുന്ന സമയത്ത് അതിന് മുന്നോട്ട് പോയിട്ടുള്ള ഫാക്ടറുകളെ കുറിച്ച് ചർച്ച ചെയ്യും. ഇപ്പോൾ ഒന്ന് എന്താണ് നമ്മൾ ചർച്ച ചെയ്യുക? ഒന്ന് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യും. രണ്ട്, നമ്മൾ അതിലെ വർഗീയതയെക്കുറിച്ച് ചർച്ച ചെയ്യും. മൂന്ന്, നമ്മളതിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ച ചെയ്യും. നാല്, നമ്മൾ അടിസ്ഥാന വർഗ പ്രശ്നം പരിഹരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണോ വോട്ട് ഷിഫ്റ്റ് ഉണ്ടായത് എന്ന് നമ്മൾ നോക്കും. മൂന്ന്, രാഷ്ട്രീയ പാർട്ടികളുടെ വളർച്ച നമ്മൾ ചർച്ച ചെയ്യും. നാല്, വിജയിച്ചവരുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ വിജയിച്ചവരുടെ വോട്ട് എന്ന് പറയപ്പെടുന്നത് ഏത് വിഭാഗത്തിൽ നിന്ന് ഏത് തരത്തിൽ നിന്നാണ് അവർ കൺവെർട്ട് ചെയ്ത് കൊണ്ടുപോയി എന്ന് നമ്മൾ ചർച്ച ചെയ്യും. ഇങ്ങനെ 5-6 ഫാക്ടറുകളാണ് നമ്മൾ പൊതുവെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ചർച്ച ചെയ്യുക. എന്താണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്? തെരഞ്ഞെടുപ്പിന് മുൻപായിട്ട് ആദ്യം നമ്മൾ തെരഞ്ഞെടുപ്പിന് ചർച്ച ചെയ്താൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനത്തിന് 2 ദിവസം 2 മാസം അല്ലെങ്കിൽ 1 മാസം മുൻപായിട്ട് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി ഒരു കാര്യം ചെയ്തു. എന്താണ്? ഒരു മിനി ബഡ്ജറ്റ് എന്ന് പറയുന്ന രീതിയിൽ പത്രസമ്മേളനം വിളിച്ച് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഒരു ബഡ്ജറ്റ് പോലെ കണക്കങ്ങടെ അവതരിപ്പിച്ച് എന്താണ് പറയുന്നത്? ജനങ്ങൾക്ക് കൊടുക്കേണ്ട അവകാശത്തെ ഇവരുടെ ഔദാര്യമാക്കി മാറ്റിക്കൊണ്ടുള്ള ഒരു സമീപനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. എന്നിട്ട് അവർക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നു. ക്ഷേമ പെൻഷൻ എന്നാണ് അതിൻ്റെ പേര്. കാലം ഇത്രയായിട്ട് ഇടത് വലത് രാഷ്ട്രീയ സംഘടനകൾ ഭരിച്ചിട്ടും ഇന്നും ക്ഷേമ പെൻഷൻ കൊടുക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ കാലം ഇത്രയായിട്ട് ഇവർക്ക് ക്ഷേമം കൊടുക്കാൻ ഇവർക്ക് സാധിക്കാത്തതിൻ്റെ പരാജയപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇന്നും അത് തുടരുന്നത്. ജനങ്ങൾക്ക് വേണ്ടത് ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്ന സമൂഹത്തെ മാത്രമല്ല സാർ. ഇവിടുത്തെ ചെറുപ്പക്കാരടക്കമുള്ള ആളുകൾ പറയുന്നത് ഞങ്ങൾക്ക് 2000 രൂപയല്ല വേണ്ടത്, അതിന് മുന്നേ ഇപ്പോഴാണ് അവരത് കൂട്ടിവെക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടത് 2 ലക്ഷം രൂപ കിട്ടുന്ന സൗകര്യമുള്ള തൊഴിലിടങ്ങളുള്ള നല്ല സമൂഹമാണ് ഞങ്ങൾക്ക് വേണ്ടത്, നല്ല തൊഴിലിട സംസ്കാരമാണ് ഞങ്ങൾക്ക് വേണ്ടത്. അതിനുള്ള വളർച്ച നിങ്ങൾ 10 വർഷക്കാലമായിട്ട് ഭരിച്ചിട്ടുണ്ടായിട്ടില്ല എങ്കിൽ അത് നിങ്ങളുടെ പരാജയം തന്നെയാണെന്നല്ലേ സാധാരണക്കാരായിട്ടുള്ള ചെറുപ്പക്കാരടങ്ങുന്ന വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ പറയുക. അപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇവർ ആ ഒരു ഗിമ്മിക്ക് നടത്തി. ആ രാഷ്ട്രീയ ഗിമ്മിക്കുകൾ അതിദാരിദ്ര്യമുക്ത കേരളമാക്കി ഇവർ പ്രഖ്യാപിച്ചു. ലോകം കേരളത്തെ നോക്കിയിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഒരു തട്ടിപ്പുമായിട്ട് ഇവർ വന്നു. ഇതൊക്കെ കഴിയുമ്പോഴും തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തെരഞ്ഞെടുപ്പിൽ എന്താ ഉണ്ടായത്? ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ ശൈലിയെ പരിപൂർണമായിട്ട് ഇടതുപക്ഷത്തിൻ്റെ ഭരണ സംവിധാനത്തെ പരിപൂർണമായി ജനങ്ങൾ തള്ളിക്കളഞ്ഞ ഒരു രാഷ്ട്രീയമുണ്ടായി. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ മേഖലയിൽ ഇപ്പോൾ കോൺഗ്രസ് വിജയിച്ചു അല്ലെങ്കിൽ കോൺഗ്രസ് സ്വീപ്പ് ഉണ്ടായി, കോൺഗ്രസിനകത്ത് രാഷ്ട്രീയപരമായിട്ട് അവർക്ക് ഒരു 10 വർഷക്കാലം കാത്തിരുന്നതിന് ശേഷം 10 വർഷക്കാലം ഇവരുടെ പരാജയങ്ങൾക്ക് ശേഷം അവർക്ക് ഒരു സ്വിങ് ഉണ്ടായി, അല്ലെങ്കിൽ അവർക്ക് ഒരു കൂടുതൽ വോട്ടുകൾ കിട്ടി, കൂടുതൽ സീറ്റുകൾ കിട്ടി. അവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസിൻ്റെ ഡെവലപ്മെൻറ്റ് പൊളിറ്റിക്സിൻ്റെ മുദ്രാവാക്യത്തിൽ ഊന്നിയല്ല കോൺഗ്രസിലേക്ക് ആളുകൾ വോട്ട് ചെയ്തത്. പകരം ഇടതുപക്ഷത്തിനോടുള്ള നെഗറ്റീവ് അപ്രോച്ചുകളെ വിന്നബിലിറ്റി നോക്കിക്കൊണ്ട് ഇപ്പുറത്തുള്ള ഒരു പ്രതിപക്ഷ സംവിധാനത്തിൽ വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ മറ്റവരുടെ നെഗറ്റീവ് വോട്ട്സിനെ ഇവർ ബക്കറ്റിലാക്കി എന്നുള്ളത്. ഒപ്പം തന്നെ ഇവരെന്താ ചെയ്തത്? ജമാഅത്തെ പോലെയുള്ള SDPI പോലെയുള്ള മതവർഗീയ സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ട് മതേതരത്വം എന്നൊരു മൂടുപടത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് പുറകിൽ കൃത്യമായിട്ടുള്ള വർഗീയത കളിച്ചു. പുറകിൽ കൃത്യമായി വർഗീയ രാഷ്ട്രീയത്തെ ഇവർ കച്ചവടം ചെയ്തു. ആ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാരണവശാലും ജാതി രാഷ്ട്രീയം അല്ലെങ്കിൽ എന്താ പറയുക മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന വിഭാഗത്തിൻ്റെ വോട്ടും വാങ്ങിച്ച് ആ രാഷ്ട്രീയ വിജയം നേടുന്ന സ്ഥലത്ത് ഒരു രാഷ്ട്രീയ വിജയം നേടി എന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല. ജനാധിപത്യത്തിൽ ഇവർ വിജയിച്ചു എന്ന് പറയാം. മൂന്നാമത്തെ കാര്യം എന്താ? അടിസ്ഥാന വർഗ പ്രശ്നം പരിഹരിക്കുന്നതിൽ സർക്കാരിന് ഏറ്റവും വലിയ ദോഷമാണ്. ഏത് പ്രശ്നമാണ്? അന്നം, വെള്ളം, വെളിച്ചം, ആരോഗ്യം, പാർപ്പിടം, വിദ്യാഭ്യാസം, അങ്ങനെ നീണ്ടു നിൽക്കുന്ന അടിസ്ഥാന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പരിപൂർണമായിട്ട് സർക്കാർ പരാജയപ്പെട്ടില്ലേ? അതിദരിദ്രമുക്ത കേരളം എന്ന് പറഞ്ഞ് പാവപ്പെട്ടവൻ്റെ ചട്ടിയിൽ ഒരു കല്ലും മണ്ണും വാരിയിട്ടില്ലേ? ഇവർ പാവപ്പെട്ടവൻ്റെ പാത്രത്തിലേക്ക് ഭക്ഷണമാണ് കൊടുക്കേണ്ടത്. ആ ഭക്ഷണം കൊടുത്തിട്ടായിരിക്കണം ഇവിടെ രാഷ്ട്രീയം ഉണ്ടാകേണ്ടത്. പകരം ഇടതുപക്ഷം എന്താണ് ചെയ്തത്? അവരുടെ ചട്ടിയിലേക്ക് പരിപൂർണമായി കല്ലും മണ്ണും വാരിയിട്ട് അതിദാരിദ്ര്യം ഇല്ലാത്തൊരു തട്ടിപ്പ്
സർവേയിലൂടെ ഒരു പ്രഖ്യാപനം നടത്തി PR സംവിധാനം ഉണ്ടാക്കാനുള്ള ഒരു രാഷ്ട്രീയം ഉണ്ടാക്കി. അത് ജനങ്ങൾ തിരസ്കരിച്ചു എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അവിടെ BJP സംബന്ധിച്ചിടത്തോളം BJP തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എങ്ങനെയാണ്? BJP തെരഞ്ഞെടുപ്പ് വോട്ട് ഫോർ ഡെവലപ്മെൻറ്റ് എന്നാണ്. ഞങ്ങൾ ഇനിയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സംശയവും വേണ്ട, ഞങ്ങൾക്കൊരു മതരാഷ്ട്രവാദികളുടെയും ഒരു വിഘടനവാദികളുടെയും ഒരു രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കെതിരായി പ്രവർത്തിക്കുന്ന, രാജ്യത്തിൻ്റെ കൂട്ടായ്മയ്ക്കെതിരായി പ്രവർത്തിക്കുന്ന, രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്കെതിരായി പ്രവർത്തിക്കുന്ന SDPI പോലെയുള്ള ജമാഅത്തെ പോലെയുള്ള ഒരു വർഗീയവാദികളുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ അതിനു വേണ്ടി യാതൊരു പ്രയത്നവും നടത്താൻ പോകുന്നില്ല. ഞങ്ങൾ സംസാരിച്ചത് എന്താണ്? വോട്ട് ഫോർ ഡെവലപ്മെൻറ്റ് എന്നാണ്. വികസിത കേരളത്തിൻ്റെ ഭാഗമായിട്ടുള്ള വികസിത ജില്ലകൾ ഉണ്ടാക്കാനായിട്ട്, വികസിത പഞ്ചായത്തുകൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള, ഗ്രീൻ സിറ്റി ഉണ്ടാക്കുന്നതിനായിട്ടുള്ള, ക്ലീൻ സിറ്റി ഉണ്ടാക്കുന്നതായിട്ടുള്ള, തെരുവുനായ ശല്യം ഒഴിവാക്കുന്നതുമായിട്ടുള്ള, കുടിവെള്ള പ്രശ്നം പരിഹരിക്കപ്പെടുന്നതായിട്ടുള്ള, മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഹബ്ബുകൾ എന്ന് പറഞ്ഞാൽ സെമി കണ്ടക്ടർ ഹബ്ബ് ആയിക്കോട്ടെ, മറ്റേ AI ഹബ്ബ് ആയിക്കോട്ടെ, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന വളർന്നു വരുന്ന യുവതലമുറ, 1 കോടി യുവതലമുറകളും ഉണ്ട്. ആ തൊഴിലില്ലാത്ത സംവിധാനത്തെ ഇവിടെ കൃത്യമായി തൊഴിൽ കൊടുക്കുന്ന ഒരു രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വികസന രാഷ്ട്രീയം, ഡെവലപ്മെൻറ്റ് രാഷ്ട്രീയം. നിങ്ങൾ വോട്ട് ചെയ്യുന്നതിന് ഡെവലപ്മെൻറ്റിനോ ചെയ്യുക, അല്ല നിങ്ങളുടെ തലച്ചോറിലേക്ക് കമ്മ്യൂണിസം തന്നെയാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾ വീണ്ടും നഷ്ടപ്പെടാനും ബുദ്ധിമുട്ടാനും അനുഭവിക്കേണ്ട ഒരു സാഹചര്യം പുതുതലമുറയ്ക്കും കൂടി പകർന്നു കൊടുക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾ അവർക്ക് കൊടുത്ത സന്ദേശം. ആ വോട്ട് ഫോർ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ വലിയ ആശയമാണ് നമ്മൾ മുൻവെച്ച് വെച്ചത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കം, മുനിസിപ്പാലിറ്റി അടക്കം വാർഡുകളിലേക്ക് കൃത്യമായിട്ടുള്ള സമീപനം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അവിടെ ഈ വർഗീയവാദ കൂട്ടുകെട്ട് കോൺഗ്രസ് സമീപനം നടപ്പിലാക്കിയ സമയത്ത്, ഇടതുപക്ഷവും ഇപ്പുറത്ത് നടപ്പിലാക്കിയ സമയത്ത് അവിടെ നടക്കുന്നത് എന്താണ്? 1 വോട്ടിനും 2 വോട്ടിനും ടോസിലും നറുക്കെടുപ്പിലൊക്കെ ആയിട്ട് നഷ്ടപ്പെട്ട നിരവധി വാർഡുകൾ BJP സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതിവിടെ ഒരു വടനപ്പള്ളിയിൽ SDPയുടെ 374 384 നിൽക്കുമ്പോൾ 385 നിൽക്കുമ്പോൾ ഞങ്ങൾ 384 നിൽക്കുന്നത്. അപ്പോൾ 1 വോട്ടിനാണ് ഒരു വർഗീയ സംഘടനയെ ജയിപ്പിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് എല്ലാ സംവിധാനം ചെയ്തു കൊടുത്തത്. അതേപോലെ തന്നെ വെൽഫെയർ പാർട്ടി ഭരിക്കുന്ന മണ്ണാർക്കാട് ഇടതുപക്ഷം ചെയ്ത എന്താണ്? സ്ഥാനാർത്ഥി ഇടതുപക്ഷ സ്വതന്ത്രനായിട്ട് മത്സരിച്ചെടുത്ത് 0 വോട്ടാണെന്ന്. ആ വ്യക്തി അയാൾക്കൊരു വോട്ട് ചെയ്യണ്ടേ? അതും വെൽഫെയർ പാർട്ടിക്ക് കൊണ്ടുകൊടുത്ത് ജയിപ്പിക്കാനുള്ള ശ്രമം നടത്തി. മറ്റൊരു സ്ഥലത്ത് സ്ഥാനാർത്ഥി അദ്ദേഹത്തിന് വോട്ട് ചെയ്ത് തോന്നുന്നു, 1 വോട്ട് കിട്ടിയിട്ടുണ്ട്, മറ്റത് വെൽഫെയർ പാർട്ടിക്ക് കൊടുക്കുന്നു. അങ്ങനെ മണ്ണാർക്കാട് കുന്തിപ്പുഴയിലാണ് ഈ 1 വോട്ട്, മറുവശത്ത് പട്ടാമ്പി ഹിദായത്ത് നഗർ വാർഡിൽ 0 വോട്ടാണ്. അതാണ് ഞാൻ പാലക്കാട് ജില്ല എന്ന് പറഞ്ഞത്. അതെ, അതാണ് പാലക്കാട് ജില്ല എന്ന് പറഞ്ഞത്. മണ്ണാർക്കാട് പാലക്കാട് ജില്ലയുടെ ഭാഗമാണല്ലോ. ആ കാലം ആ രാഷ്ട്രീയം നമ്മൾ കൃത്യമായി പഠിക്കണമെന്നേ. മുസ്ലിം വോട്ടുകളെ എങ്ങനെ പർച്ചേസ് ചെയ്തു, എന്നിട്ട് ഇവർ തന്നെ ആരോപിക്കുന്നത് എന്താണ്? തിരുവനന്തപുരത്ത് വർഗീയ വിജയമാണെന്ന് ആരോപിക്കപ്പെടുന്നൊരു രാഷ്ട്രീയം ഉണ്ടായി. താനി മോശത്തരമല്ലേ അതിനകത്ത്? ഒരു രാഷ്ട്രീയത്തിനകത്ത് ഇവർ 32 സ്ഥലത്ത് 31 സ്ഥലത്ത് വിജയിച്ചത് കൃത്യമായിട്ടുള്ള വർഗീയവാദം പറഞ്ഞിട്ടാണ് ഒരു ജില്ലാ പഞ്ചായത്ത് വിജയിക്കുന്നത്. ആ രാഷ്ട്രീയം നമ്മൾ മറന്നു പോകണം. കേരളത്തിൽ എല്ലാ സ്ഥലത്തും ശ്രീകുമാർ സാറിനെ പോലെയുള്ള വ്യക്തികൾ, പത്രപ്രവർത്തകനേക്കാൾ ഉപരി, കോൺഗ്രസ് രാഷ്ട്രീയ നേതാവിനേക്കാൾ ഉപരി അദ്ദേഹം രാഷ്ട്രീയത്തെ നോക്കിക്കാണുന്ന, കൃത്യമായി വിശകലനം ചെയ്ത് എവിടെയാണ് ഏറ്റക്കുറച്ചിലുണ്ടായത് എന്ന് കൃത്യമായി പഠിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം ഇതിൽ ജാതി രാഷ്ട്രീയത്തിൻ്റെ കച്ചവടം കൃത്യമായിട്ട് നടന്നിട്ടുണ്ട്. അവരെ ഒക്കത്ത് വെച്ചുകൊണ്ട് വിജയിക്കുക എന്നൊരൊറ്റ അജണ്ടയോടുകൂടി കോൺഗ്രസിൻ്റെ പ്രവർത്തനം ഉണ്ടായിട്ടുണ്ട്. ഇവരെ തൊട്ടു മുൻപേ ഇടതുപക്ഷവും ഏറ്റി നടന്നിരുന്നു, അവരും ഒക്കത്ത് വെച്ചിരുന്നു. അപ്പോൾ ജാതി കളിച്ചുകൊണ്ട്, വർഗീയവാദം കളിച്ചുകൊണ്ട്, അത് രാജ്യത്തിനെതിരായ ശക്തികളാണെങ്കിലും വിരോധമില്ല, ആ ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും വിജയിക്കുക, അതിലൂടെ മുന്നോട്ട് പോവുക എന്ന് പറയപ്പെടുന്ന ഈ നിലപാട് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തും വലതുപക്ഷത്തിൻ്റെ ഭാഗത്തും മാറി ഇങ്ങനെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് അവർ അവിടെ ഇതൊക്കെ വാങ്ങിച്ചു വെച്ച് ഈ വർഗീയവാദത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും സ്വരൂപിച്ച് ബാലറ്റിലാക്കാനുള്ള ശ്രമം നടത്തിയതിനു ശേഷം ഇവർ മറ്റുള്ളവരെ വർഗീയവാദി എന്ന് പറഞ്ഞ് ചാപ്പക്കുത്തുന്ന ഒരു പിന്നീട് ഇതൊക്കെ ജമാഅത്തെ ഇസ്ലാമി, SDP, വെൽഫെയർ പാർട്ടിയും ഒക്കെ വിളിച്ചു പറയുകയും ചെയ്യുമെന്നതാണ് യാഥാർത്ഥ്യം. അതിന് ഏറ്റവും പുതിയ തെളിവെന്ന് സംഭവിക്കുകയും ചെയ്തു.